മോണിറ്റൈസേഷൻ ആകുന്ന വരെ വല്ലാണ്ട് കഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ മോണിറ്റൈസേഷൻ ആകുന്ന സമയം ആകുമ്പോഴേക്ക് ഏകദേശം ഒരു 1200 വീഡിയോ കൊണ്ട് ഇട്ട് ഞാൻ ബട്ടണൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറയൂ ബട്ടണൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഡാൻസ് കളിക്കലും ഞങ്ങൾ ആദ്യം ഡാൻസ് കളിക്കും അല്ലെങ്കിൽ കോമഡി എന്തെങ്കിലും അന്നേരമൊക്കെ ഡെഫ് മാഷാണ് നമ്മൾ മറ്റേ ഈ കണ്ടന്റ് വീഡിയോസ് ഒന്നും ഇല്ല ഡെഫ് മാഷ് ചെയ്യാൻ. ഫേമസ്. അതെ, അപ്പൊ അങ്ങനെ ഡെഫ് മാഷ് ചെയ്ത സമയത്ത് ഞാൻ വൈഫിലാണ്. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ കളിയാക്കും നമ്മളെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജയ്പൂർ ടെക്കിലെ ജിജോ ആണ്. ജിജോനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്തായാലും ജിജോ നമ്മുടെ ഒരു ചാനലിലേക്ക് വെൽക്കം. ഞാൻ ജിജോനെ ഫസ്റ്റ് കണ്ടത് ഒരു കാറിൽ ഇരുന്നിട്ട് ഒരാളിങ്ങനെ യൂട്യൂബിനെ കുറിച്ച് പറയുന്നു. അന്ന് എനിക്ക് സബ് സ്റ്റോക്ക് ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ഇതാരാ ഒരാള് കാറിൽ ഇരുന്നിട്ട് പറയുന്നത്. ഞാനായിട്ട് നോക്കി ആക്കെ കൊള്ളാം. പിന്നെ ഞാൻ വിട്ടുവിട്ടാ. പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ ഈ ചാനൽ തുടങ്ങിയില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യം ഇനി ജിജോ എന്റെ സ്ഥലവും എവിടെയാണ് നാടും എന്നൊക്കെ ചിലപ്പോ എല്ലാവർക്കും ഒന്നും അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അതൊന്ന് പറഞ്ഞു. ഞാന് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയില് ഞാൻ തൃശ്ശൂർ എന്നാ വിചാരിച്ചത്. അല്ല, കോഴിക്കോട് ജില്ലയില് കുറ്റ്യാടി എന്ന് പറയും. കുറ്റ്യാടിയിലാണല്ലേ? ശരിക്കും വയനാട് ജില്ലേന്റെ ബോർഡർ ആയിട്ട് വരും. കുറ്റ്യാടി അറിയാം. അപ്പൊ ജിജോ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത്? അപ്പൊ അതിനു മുമ്പേ ഞാൻ വേറെ കാര്യം പറയാം. ഞാൻ ആക്ച്വലി വിചാരിച്ച ജിജോക്ക് ഈ ടെക് ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോഴാണ് പണ്ടത്തെ ഒരു ചാനൽ കണ്ടത്. മറ്റേ പ്ലേ ബട്ടണൊക്കെ സെറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറയൂ പ്ലേ ബട്ടണൊക്കെ കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിലേക്ക് സ്റ്റാർട്ടിങ് എങ്ങനെയാ വന്നത്? സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ പിന്നെ റബ്ബർ ടാപ്പിംഗ് ഇല്ലേ, പാട്ട് കൊടുത്ത് റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ തേപ്പിന്റെ പണി, വാർപ്പിന്റെ പണി, എല്ലാ പണിക്കും പോക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പണിക്കെല്ലാം പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്റെ കല്യാണം അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ഞങ്ങള് കഷ്ടപ്പെട്ട അങ്ങ് വന്നാണ്. അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ച് കൊറോണന്റെ ഒക്കെ സമയം കഴിച്ച സമയത്ത് നമുക്ക് എല്ലാവരും ഈ യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് റീൽസ് ചെയ്തിട്ടാണ് ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇല്ല, ഞാൻ അങ്ങനെ എന്താ പറയാ, നമ്മൾ അതിനു വേണ്ടി എല്ലാരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അതേപോലെ തുടങ്ങിയുള്ളൂ. പിന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് തന്നെ നമ്മളിങ്ങനെ ഡാൻസ് കളിക്കലും ഞങ്ങൾ ആദ്യം ഡാൻസ് കളിക്കും അല്ലെങ്കിൽ കോമഡി എന്തെങ്കിലും അന്നേരമൊക്കെ ഡെഫ് മാഷാണ് നമ്മൾ മറ്റേ ഈ കണ്ടന്റ് വീഡിയോസ് ഒന്നും ഇല്ല ഡെഫ് മാഷ് ചെയ്യാൻ. അതെ, അപ്പൊ അങ്ങനെ ഡെഫ് മാഷ് ചെയ്ത സമയത്ത് ഞാൻ വൈഫിലാണ്. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ കളിയാക്കും നമ്മളെങ്ങനെ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് തന്നെ. യൂട്യൂബേഴ്സ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല. അപ്പൊ അങ്ങനെ കളിയാക്കും. നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല, അങ്ങനെ ചെയ്തു. പിന്നെ അന്നേരം ഞാൻ പിന്നെ എന്നാ അറിയത്തില്ല, നമ്മുടെ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കല്യാണം കഴിച്ച് മാറിയ പിന്നെ ഞാൻ ചെറിയൊരു ഷെഡിലായിരുന്നു, കുഞ്ഞൊരു വീടാണ്. ആ ഒരു വീട് ചിലപ്പോ എന്റെ ജിജോസ് വ്ലോഗ് ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം. എന്താ അറിയത്തില്ല, ആ ഒരു വീട് എല്ലാവർക്കും ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. കാരണം വെച്ചാൽ ആ ചെറിയൊരു വീട്, അതിന്റെ ആ ചുറ്റുപാട് 2 റൂമേ ഉള്ളൂ. ഒരു ഓല വീടായിരുന്നു, ഓലപ്പുരയായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, അത് വേറെ ആരും ഉണ്ടാക്കിയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തേപ്പിന് പണിക്കും കെട്ടിന് പണിക്കൊക്കെ പോയിക്കൊണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോ അങ്ങനെയൊക്കെ അതിന്റെ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഒരു കൊല്ലത്തോളം ഞാൻ വലിയ റീച്ച് ഒന്നും ഇല്ല, ഞങ്ങൾ എപ്പോഴേലൊക്കെ വീഡിയോ ഇടും. പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് എടുത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം റീച്ചൊക്കെ ആയി. പിന്നെ എങ്ങനെയോ ഒരു 2-3 വീഡിയോ മില്യൺ കണക്കിന് വ്യൂസിലോട്ട് പോയി യൂട്യൂബ് വീഡിയോ. ഷോർട്ടാണ് കേട്ടോ, അന്നേരം ലോങ് വീഡിയോ അങ്ങനെ ചെയ്യില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് മോണിറ്റൈസേഷൻ ആകുന്നത് വരെ ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു. മോണിറ്റൈസേഷൻ എല്ലാവരുടെയും പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മളിപ്പോ ഒരു ടെക് ആയതുകൊണ്ട് നമുക്ക് പറയാലോ, മോണിറ്റൈസേഷൻ ആകുന്ന വരെ വല്ലാണ്ട് കഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ മോണിറ്റൈസേഷൻ ആകുന്ന സമയം ആകുമ്പോഴേക്ക് ഏകദേശം 1200 വീഡിയോ കൊണ്ട് ഇട്ട് ഞാൻ നമ്മുടെ ചാനലിനകത്ത്. അത്രയും വീഡിയോ ഇട്ടു. അതിന്റെ അകത്ത് കൂടുതൽ ഷോർട്ട് തന്നെയായിരുന്നു. പക്ഷെ ആ ഷോർട്ട് ഇടുന്ന സമയത്ത് പിന്നെ നമുക്ക് ക്ലിക്കായി. പിന്നെ ഇടുന്ന വീഡിയോസ് ഒക്കെ 50K 60K 1 lakhിലോട്ടൊക്കെ പോകാൻ തുടങ്ങി നമ്മുടെ ഷോർട്ട് വീഡിയോ. ലോങ് വീഡിയോ ഒരു 4K 5K എപ്പോഴേലും ഒരു 10-20K അങ്ങനെയൊക്കെ ലിമിറ്റോട്ട് വന്നു. പിന്നെ മോണിറ്റൈസേഷൻ ആയി. ആദ്യത്തെ യൂട്യൂബ് വരുമാനം കിട്ടുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയാ, അന്നേരത്തേക്കും ആ ഒരു 1 lakh ആയി. ആദ്യത്തെ യൂട്യൂബ് വരുമാനം കിട്ടി. സത്യം പറഞ്ഞാല് അങ്ങനെയാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട്. നമ്മുടെ ആ ഒരു ആദ്യത്തെ യൂട്യൂബ് വരുമാനം എത്രയായിരുന്നു? ഞാൻ അത് എന്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യം കിട്ടിയത് എത്രയാ, 12,200 അങ്ങനെ എന്തോ ആയിരുന്നു. കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിട്ടുണ്ടല്ലേ? അതെല്ലാവർക്കും ഭയങ്കര ഇതല്ലേ. നമ്മളിപ്പം അത്രയും കാലം നമ്മൾ പണിയെടുത്ത് നമ്മൾ വല്ലാണ്ട് ഇതിനകത്ത് പണിയില്ല എന്നുള്ളതല്ല, യൂട്യൂബിനകത്ത് നല്ലോണം അധ്വാനിക്കണം. എന്നാലും
നമുക്ക് ഇങ്ങനെ ഒരു വരുമാനം കിട്ടുക പറഞ്ഞാല്, അതായത് ഫോണില്ലാത്ത നമ്മൾ ഉപയോഗിച്ചിട്ട് വരുമാനം കിട്ടുക ഭയങ്കര ഒരു സംഭവമാണ്. അത് വല്ലാത്തൊരു ആദ്യത്തെ വരുമാനം കിട്ടി. അത് ഞങ്ങള് എനിക്ക് എന്തായാലും ഓർമ്മയുണ്ട്, കൊച്ചിന് മൂത്ത മോക്കാൻ തോന്നുന്നു എന്തോ ഒരു കമ്മലെടുക്കും അങ്ങനെ എന്തോ ചെയ്തെന്ന് തോന്നുന്നു. അതും വീഡിയോ ആക്കി. അന്നേരം കാലം റീച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ചാനൽ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അത് ഞങ്ങളുടെ തന്നെ ഫാൾട്ടാണ്. ഒഴിവാക്കിയിട്ടില്ല, പക്ഷെങ്കിൽ നമുക്കിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞില്ല, എന്റെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീരെ സമയം കിട്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പൊ നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ല, ഈ ജെഫോട്ടൊക്കെ തുടങ്ങിയ പിന്നെ അത്യാവശ്യം നല്ല വർക്കുണ്ട്, നമുക്ക് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം വീഡിയോ എടുക്കലാന്ന് തന്നെ വർക്കുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കോളും പരിപാടിയൊക്കെ വേണ്ടേ, മറ്റൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. ഫ്രീസ് അതാ പറഞ്ഞത്, ഞാൻ എല്ലാവരോടും പറഞ്ഞു തരാം, നമ്മുടെ സ്വന്തം അനുഭവം കാണിച്ചിട്ട് പറയാലോ. നമ്മളിപ്പോ ഏകദേശം 2 മാസം വീഡിയോസ് വലുതായിട്ട് ഇടാണ്ട് എപ്പോഴേലൊക്കെ വീഡിയോ ഇടുന്ന ചാനൽ ഒരു ആവറേജ് 1 lakh ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ 1 lakh 2 lakh വ്യൂ കിട്ടിക്കൊണ്ട ചാനൽ. ഇപ്പൊ ഒരു ഷോട്ട് ഇട്ട് 2500-2000 വ്യൂ കിട്ടി, അത്രേ ഉള്ളൂ. അതാണ് ഒരുപാട് കാലം. ഒരു മിനിറ്റ്, ഒരു ചോദ്യം. അതായത് നമ്മള് പിന്നെ ഒരു മിനിറ്റ്, നമ്മളിപ്പോ യൂട്യൂബില് ജിജോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തായിരുന്നു? ഇവിടെ എപ്പോഴായിരുന്നു ഒരു സ്ട്രഗിൾ ഉള്ള സമയം ഉണ്ടാവില്ല, അത് എപ്പോഴായിരുന്നു ഉണ്ടായത്? സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈ ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുമ്പോൾ അറിയാലോ, ഒരുപാട് നാട്ടുകാരുടെ പ്രശ്നം വരും. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം ആൾക്കാർ, എന്റെ ഫാമിലി, എന്റെ പപ്പാന്റെ അടുത്ത്, പപ്പ അതായത് പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നാട്ടുകാരെല്ലാരും ഇങ്ങനെ പറയും, ഇന്റെ മോനും മോളും കൂടെ എന്താണ് കോപ്രായം കാണിച്ചു കൂട്ടുന്നത്, നാണക്കേട്, നീ എന്നെ പപ്പ വീട്ടിൽ വന്ന് പറയും, നീ എന്നെ മച്ചനെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്കുമല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും. വല്ലാണ്ട് പറയും, കളിയാക്കുന്നില്ല, പുള്ളി സീരിയസ് ആയിട്ട് പറയും. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യും, നമുക്കറിയാം നമ്മളെവിടെ. അതെ, അതാണ് എല്ലാവരും പ്രതീക്ഷ അല്ല, നമുക്കറിയാലോ പണിയെടുത്ത് നമ്മൾ ഇതേപോലെ നമ്മളെല്ലാരും യൂട്യൂബേഴ്സിന്റെ ഒരു നല്ലൊരു ഗ്രോ കണ്ടിട്ടാണ് നമ്മൾ ഈ യൂട്യൂബിലോട്ട് വരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരുടെ ആ ഒരു വളർച്ചയും അവരുടെ ജീവിതശൈലിയെ കണ്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ച് യൂട്യൂബ് വരുന്നത്. അപ്പം നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടി തുടങ്ങുന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇതൊന്നും എവിടെയും കേട്ടില്ല, അതൊക്കെ വിട്ടു, നമ്മൾ ചെയ്തു. എന്തായാലും നമ്മുടെ ചാനൽ സക്സസ്ഫുൾ ആയി, മോണിറ്റൈസേഷൻ ആയി, 1 lakh സബ് കഴിഞ്ഞു. ഇപ്പൊ 1,16,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, സബ് കഴിഞ്ഞു. അങ്ങനെ പ്ലേ ബട്ടനെ കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു, സത്യം പറഞ്ഞാല്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതായിരുന്നു എന്റെ സംഭവം. അതാണ് നമുക്ക് അങ്ങനെ ഒരു സാധനം കിട്ടുമ്പോ ഭയങ്കര ഒരു അംഗീകാരമാണല്ലോ. അതെ 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 അതെ. പിന്നെ എപ്പോഴാണ് ഈ ടെക്കിലേക്ക് വന്നത്? ടെക്ക് ഞാനിപ്പോ ഈ ഒരു ജിജോ ഫ്ലോ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയ സമയത്ത്, അല്ല ഇപ്പൊ ഈ ഒരു എൻഡിലോട്ട് വന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളോട് ഡൗട്ട് ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം ഈ ഒരു ചാനൽ തുടങ്ങിയ ഏകദേശം 5 കൊല്ലത്തോളം ഞാൻ ആ ഒരു ചാനൽ വർക്ക് ചെയ്തു. ജിജോ ഫ്ലോ ചാനലിന്റെ അകത്തോടെ ഏകദേശം 5 കൊല്ലത്തോളം നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ടെക്ക് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു യൂട്യൂബായിട്ട് അത്ര ബന്ധമായതിനു ശേഷമാണ് ടെക്കിന്റെ അകത്തോട്ട് വരുന്നത്. അതാർക്കും അറിയത്തില്ല. ആൾക്കാർ വന്ന് പെട്ടെന്നൊരു ഇതിന്റെ അകത്ത് വന്നു, ഇവൻ എന്നാ ഈ പറയുന്നതെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ അത്ര ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവര് വിചാരിക്കും, പെട്ടെന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് കാണുമ്പോൾ എങ്ങനെ വന്നു ഇവന് ഇതില്ലാണ്ട് പെട്ടെന്ന് ഒരു ചാനലിലോട്ട് കയറി വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതൊക്കെ തോന്നും. അപ്പോൾ 5 കൊല്ലത്തോളം നമ്മൾ ചാനലിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചാനലിലോട്ട് വന്നത്. അപ്പൊ പിന്നെ ഞാൻ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്ത ഒരുപാട് പേര് നമ്മൾ ഡൗട്ട് വിളിച്ച് ചോദിക്കും. അപ്പം പിന്നെ ഒരുപാട് പ്രമുഖരായ യൂട്യൂബേഴ്സുമായിട്ടൊരു ബന്ധമായി. നമ്മളിപ്പോൾ ചാനൽ 1 lakh കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേരുമായിട്ട് നല്ല ഇപ്പോൾ ഒരുപാട് അച്ചായത്തി, മറ്റേ വിനീത അങ്ങനെ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരോടൊക്കെ ആയിട്ടൊരു ഇതായി. അപ്പോൾ അവരും പറഞ്ഞു, നീ എന്തായാലും എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട്, നിനക്കൊരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ നല്ലാണ്ട് വേറൊരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നിനക്കൊരു ടെക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, അത് നിനക്ക് വിജയിക്കും എന്ന് പറഞ്ഞെല്ലാവരും. അവരുടെയൊക്കെ വർക്ക് ഞാൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് ജസ്റ്റ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് തുടങ്ങി. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടു. ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ ഏകദേശം 3K 4K അങ്ങോട്ട് പോയി തോന്നുന്നു ഫസ്റ്റ് തന്നെ. പിന്നെ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്റെ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ അത് അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ എങ്ങനെയോ ആൾക്കാർക്ക് എല്ലാം കൂടെ എന്തോ ക്ലിക്കായി, എന്തോ ഭാഗ്യം, നമ്മുടെ ഭാഗ്യം എന്ന് പറയാം, ക്ലിക്കായി, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇടുന്ന വീഡിയോസ് ഒക്കെ 2K, സാറിന് ഒരു വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ 10, 20, 30 വ്യൂവിന്റെ മുകളിൽ തുടങ്ങും. പക്ഷെ ഇത് ഇട്ടവിടെ തന്നെ 1K, 2K, 3K, 5K, 15K എന്നൊക്കെ പറഞ്ഞ് വ്യൂ വരാൻ തുടങ്ങിയായിരുന്നു ആ ചാനലിനകത്ത് ഇട്ടപ്പം തന്നെ. പിന്നെ അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെയായി, അത്രേ ഉള്ളൂ.
ഞാൻ ആക്ച്വലി ഈ സാഫ് സ്റ്റോക്ക് തുടങ്ങുന്നതിന് മുന്നേ 2 വർഷം എനിക്ക് ഓൾറെഡി ചാനൽ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ ടെക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് പിന്നെ വിട്ട. പിന്നെ അതെ ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 വർഷത്തെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടെക് ചാനൽ തുടങ്ങുന്നത്. ഞാൻ ആക്ച്വലി തുടങ്ങണമെന്ന് വിചാരിച്ചല്ലോ, ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഞാൻ പഴയ കുറെ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന അത് സമയത്ത് ശരി. എന്റെ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വെറുതെ അപ്ലോഡ് ചെയ്യും. വെറുതെ അപ്ലോഡ് ആ ചെയ്യും, ഞങ്ങൾ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട്. എനിക്കൊരു ആ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു ദിവസം ചെയ്താൽ അപ്പൊ അതിന് ഭയങ്കര വ്യൂ, പിറ്റേ ദിവസം ഭയങ്കര വ്യൂ അടിച്ച് കയറും. അപ്പൊ ഞാൻ വെച്ചാൽ എന്തായാലും ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇനിയും വീഡിയോ ആ അതാ പറഞ്ഞത്. ചെയ്താലും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തേക്കാം. അങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ ഇപ്പോഴും പ്രശ്നം എന്താ എന്തായാലും വെച്ചാല് ഉം. പിന്നെ നമ്മള് ഈ കോർ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ, കോർ മീൻസ് നമുക്ക് പ്രധാനപ്പെട്ട യൂട്യൂബിന്റെ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എങ്ങനെ സബ് ഇഷ്ടപ്പെട്ടു. കൂടാ, എങ്ങനെ വാച്ച് അവർ കൂടാ, ഈ സാധനത്തിന് അത് മുകളിൽ തന്നെ കളിക്കേണ്ടി വരുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. ഈ നമ്മള് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് പ്രധാനമായിട്ടും ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ വിചാരിക്കുന്ന അവർക്ക് വ്യൂ ആണ് കൂടുതലായിട്ട് വേണ്ടത്. വ്യൂ, സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ. ഞാൻ എന്റെ വീഡിയോയിലും പറഞ്ഞതല്ല, എല്ലാവർക്കും വേണ്ട കാര്യം സബ്സ്ക്രൈബേഴ്സ് ആണ് ഫസ്റ്റ്. സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി അവർ എന്ത് വഴിയും ചെയ്യും. പക്ഷെ അങ്ങനെ എന്ത് വഴിയും ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അത് പ്രോഗ്രസ് ആവില്ല. സബ്സ്ക്രൈബേഴ്സ് ഒരു സത്യം പറഞ്ഞാൽ സബും കൊണ്ട് ഒരു കാര്യമില്ല. ബ്രോയ്ക്ക് അറിയാമായിരിക്കുമല്ലോ എത്ര സബ് ഉണ്ട് എന്റെ ചാനലിനകത്ത്. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, എന്റെ മറ്റേ ആദ്യത്തെ ചാനലിനകത്ത് 1,16,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഞാനിപ്പോൾ ഒരു ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആലോചിച്ചാൽ മനസ്സിലാവും, 1,100-2,000 വ്യൂ കിട്ടുള്ളൂ. ഇപ്പം നമ്മളെ സ്റ്റക്ക് ആക്കുന്നുണ്ട്. അപ്പൊ സബിന്റെ അകത്തൊരു അർത്ഥമില്ല. ഇവര് തുടക്കത്തിലെ സമയത്ത് സബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴി ഉപയോഗിച്ച് പിന്നെ ബോട്ട് വഴിയുള്ള സബൊക്കെ വലിച്ചു കയറ്റും. ബോട്ട് വഴി പല രീതിയിൽ സബ് ചെയ്യുന്ന ബ്രോ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. ബോട്ട് വഴിയുള്ള സബ് നമ്മൾ കയറ്റരുത്, അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മലയാള സബ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വെറുതെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ അങ്ങനെയൊന്നും ഒരു മലയാള സബോ ഹിന്ദി സബോ ഒന്നും ഇല്ല. അത് കിട്ടുന്നുണ്ടെങ്കിൽ ബോട്ട് വഴിയുള്ള സബ് കിട്ടും, അല്ലാതെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ കൂടുതലായിട്ട് കൊടുത്ത് മേടിക്കണം. അതിനൊന്നും ആർക്കും പറ്റത്തില്ല. 500 രൂപയ്ക്ക് 2,000 സബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ചെയ്യും. ഒന്നാമത്തെ കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയാ, ഈ ഗ്രൂപ്പ് വഴി, അതായത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി എന്താ പറയാ അനാവശ്യമായിട്ട് ലിങ്ക് നമുക്ക് എല്ലാവർക്കും തുടക്കത്തിൽ ആൾക്കാർ ഉപയോഗിക്കേണ്ട എക്സ്റ്റേണൽ വ്യൂസ് കൂടാൻ പാടില്ല. യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വ്യൂസ് ആണ് കൂടുതൽ വേണ്ടത്. ബ്രോയ്ക്ക് അറിയാമായിരിക്കുമല്ലോ. യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വ്യൂസിനേക്കാളും കൂടുതൽ എക്സ്റ്റേണൽ വ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ സപ്പോർട്ട് അവിടെ നിൽക്കും, സ്റ്റോപ്പ് ആവും. അപ്പൊ ഇവരെല്ലാരും ഈ വാട്സപ്പ് ഗ്രൂപ്പ് പരമാവധി സെൻഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ റീയൂസ്ഡ് കണ്ടന്റ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഞാൻ പറയാൻ വന്നത് വെച്ച് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് ഈ റീസെന്റ് ആയിട്ട് യൂട്യൂബ് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. കുറച്ച് 2023 കാലഘട്ടത്തിൽ എനിക്ക് അത്ര വലിയ സീനില്ല. പക്ഷെ 2024 ചടപട പടയെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും റീയൂസ് കൊടുക്കുക, അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ വരിക. അതെ അതെ അതെ, ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് അത്. ഇപ്പം അതാ പറഞ്ഞ, ഇപ്പൊ നമ്മളിപ്പോ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ അവർക്ക് സബ്സ്ക്രൈബ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, അവരുടെ വീഡിയോ ഇട്ട് നോക്കിയിട്ട് സബ് കിട്ടാതെ വരുമ്പോൾ അവർ പുറമേ നിന്നുള്ള വീഡിയോ എടുക്കാൻ തുടങ്ങും. അപ്പൊ അതിന് സബ് കിട്ടുമല്ലോ. മറ്റുള്ളവരുടെ വീഡിയോ, നല്ല പ്രസിദ്ധരായ ആൾക്കാരുടെ വീഡിയോ റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും. പക്ഷെ അവർ ചെയ്യുന്നതിന്റെ അകത്ത് ഒരുപാട് തെറ്റുണ്ടാവും. അത് റിയാക്ഷൻ ആവൂല. അവർ ചെയ്യുന്നതിന്റെ അകത്ത് അവർ ചിലപ്പോൾ റീയൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്ത് ഇടുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താണ്ട് സ്വന്തം തുടക്കം തൊട്ട് നമ്മൾ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം, തുടക്കം തൊട്ടേ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് പോവാണെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് ആദ്യം തന്നെ ചെയ്ത സെറ്റിംഗ്സ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് പോവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പിന്നെ പല കാറ്റഗറി തിരഞ്ഞെടുക്കാണ്ട് ഏതെങ്കിലും ഒറ്റ കാറ്റഗറി നിലനിൽക്കാം. നമ്മളിപ്പം ബ്രോയും ഞാൻ ടെക് തുടങ്ങിയതുകൊണ്ട് ടെക് മാത്രം നമ്മൾ അതിനകത്ത് ഇടുന്നുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഫാമിലി വ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനലിൽ ചിലപ്പോൾ 10-20 വ്യൂവിനപ്പുറം വരില്ല. ആൾക്കാരെ കാണാൻ ആരും ഉണ്ടാവില്ല. അല്ല, എന്റെ ചാനലിൽ ഞാൻ ഒരു പ്രാവശ്യം തിരക്ക് പിടിച്ചിട്ട് എന്താ വെച്ചാൽ ബിസി ആയപ്പോ തമ്പനിയിൽ എന്റെ ഫോട്ടോ ഇട്ടില്ല. അപ്പൊ തമ്പനിയിൽ എന്റെ ഫോട്ടോ ഇടാത്തതുകൊണ്ട് അന്ന് ആ കൂടി 200 വ്യൂസ് വന്നിട്ട്. അപ്പൊ എനിക്ക് പിന്നെ മനസ്സിലായത്, അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങളെ വീഡിയോ ആയിരുന്നു അത്. എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പാറ്റേണിന് ചെറിയൊരു മാറ്റം വന്നപ്പോ പോലും ആൾക്കാർ അത് പിന്നെ ഒഴിവാക്കിയെന്നല്ലേ അത്. കാരണം ആൾക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട്. അതെ അതെ അതെ, അപ്പൊ അതാണ് നമ്മൾ നോക്കി കണ്ടും ചെയ്യണം. അല്ലാണ്ട് വ്യൂസ് കിട്ടാൻ വേണ്ടിട്ട് സൂക്ഷിച്ചും വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി ചിലപ്പം പണിയാവും. പുതുതായിട്ട് വരുന്ന ആളുകൾക്കെല്ലാം ആഗ്രഹം എന്ന് വെച്ചാൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവണം എന്നാണ്. എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് അതാണ്, മോണിറ്റൈസേഷൻ ആക്കി ബാക്കി. ഇതിനിപ്പോ എന്താണ് വഴി, എന്താണ് ടിപ്സ് ജിജോക്ക് പറയാനുള്ളത്? പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ആഗ്രഹം, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ റീച്ച് ആക്കുക എന്നുള്ളതാണ്. മോണിറ്റൈസേഷൻ പിന്നുള്ള കാര്യമാണ്. അതായത് ബ്രോയ്ക്ക് ഇപ്പോൾ പറയാൻ തന്നെ ബ്രോയിന് മനസ്സിലുണ്ടാവും, ഞാനാണ് മറ്റേ മോണിറ്റൈസേഷൻ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നമ്മുടെ ചാനലിനകത്ത് മോണിറ്റൈസേഷൻ വർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോണിറ്റൈസേഷൻ വർക്കായാലും മറ്റേ ക്രൈറ്റീരിയന്റെ അതായത് ആഡ്സൻസ് വർക്കാണേലും പിന്നെ വാച്ച് അവറിന്റെ വർക്കായാലും എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു വിടുന്ന കാര്യം, നമ്മൾ ഒരു ചാനലിന് കുറേ വീഡിയോ ഇട്ട് നല്ല റീച്ച് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മോണിറ്റൈസേഷൻ ആക്കാവുള്ളൂ, അല്ലേ? നമ്മുടെ ചാനലിൽ നമ്മുടേതായ ഒരു റീച്ച് കൊണ്ടതിന് ശേഷം മാത്രമേ മോണിറ്റൈസേഷൻ ആക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, തുടക്കത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പരമാവധി എന്ത് ചെയ്യുക, ഒരു ആദ്യം നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ അല്ല, നമ്മുടെ ചാനൽ റീച്ചാണ്. അതിനുവേണ്ടി ഒരു 5 മിനിറ്റിന് മേലോട്ടുള്ള വീഡിയോ ഇടരുത്. ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വരെയുള്ള വീഡിയോ ഇടുക. യൂട്യൂബ് വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് എത്ര സമയം ആൾക്കാർ വാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 5 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ ആൾക്കാർ ഒരു 2-2.5 മിനിറ്റ് എങ്കിലും കണ്ട് സ്കിപ്പ് ചെയ്ത് പോയാലും ആ 5 മിനിറ്റുള്ള വീഡിയോക്ക് അത് അത്യാവശ്യം നല്ല വാച്ച് ടൈം കിട്ടുന്നുണ്ടാവും. ആ ഒരു 5 മിനിറ്റിൽ 2.5 മിനിറ്റ് എങ്കിലും കണ്ടാൽ മതി. അതേസമയം തുടക്കം തൊട്ടേ 10 മിനിറ്റ് വാച്ച് ടൈം കിട്ടാൻ വേണ്ടി 10 മിനിറ്റ് 20 മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്നാലും ആൾക്കാർ ഇത്രേ കാണുള്ളൂ, 2.5 മിനിറ്റേ കാണുള്ളൂ. കണ്ടന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതായത് ഫുൾ ടൈം കണ്ടിരിക്കാനുള്ള മാത്രം സാധനങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ വെറുതെ ഇട്ടാ സ്കിപ്പ് അടിച്ചു പോകും. തുടക്കത്തിലുള്ള ആൾക്കാർക്ക് നമുക്കൊരു സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് കണ്ടന്റ് എത്ര നല്ല കണ്ടന്റ് ആണെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വലിയൊരു പരിധി കിട്ടാറില്ല. അത് നമ്മുടെ ലക്കി, കുറെയൊക്കെ നമ്മുടെ ഭാഗ്യം കൂടെയാണ്. അപ്പോൾ അത്രയൊന്നും കിട്ടൂല. നമ്മൾ ആ പറഞ്ഞത് 2.5 മിനിറ്റ്. അപ്പോൾ തുടക്കത്തിൽ ഒരു 1.5-2 മാസം നമ്മുടെ ചാനൽ റീച്ച് ആകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വരെയുള്ള വീഡിയോ ഇടുക. അതിനുശേഷം പിന്നെ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ചാനലൊരു ആവറേജ് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉദ്ദേശം വാച്ച് ടൈം മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് ഉള്ള വീഡിയോ അത്യാവശ്യം നമുക്ക് അന്നേരത്തേക്ക് ഒരു സ്ഥിരം ഒരു റിട്ടേണിംഗ് വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടാവും ചാനലിനകത്ത്. റിട്ടേണിംഗ് വ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാം, ആ ഒരു 10 മിനിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് വ്യൂ ആയിക്കോളും. അതെ. അന്നേരത്തേക്കും പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു വ്യൂ ആവും. ചാനലിൽ റിട്ടേണിംഗ് വ്യൂസ് വരും. നമ്മൾ ആദ്യം നമ്മുടെ ചാനൽ സ്ഥിരം വ്യൂസ് ഉണ്ടാവും. അത് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പുറമേ നിന്നുള്ള ന്യൂ വ്യൂവേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്നാലും ഒരു 10 മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാനാവും. പിന്നെ ഇതിനെല്ലാവരും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, നിർത്തിപ്പോകരുത്. യൂട്യൂബ് ഒരിക്കലും നമ്മുടെ എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ലല്ലോ. ബ്രോയ്ക്ക് അറിയാലോ, നമുക്ക് തന്നെ നമ്മുടെ അനുഭവത്തിന് അറിയാലോ, വേറെ ആരും പറയേണ്ട കാര്യമില്ല. കറക്റ്റ് ആയിട്ട് ഒരേ വ്യൂവിൽ ഇങ്ങനെ പോകില്ല എപ്പോഴും. എല്ലാവരും വിചാരം എപ്പോഴും ടോപ്പിൽ നിൽക്കണമെന്ന്, അത് നടക്കുന്ന കാര്യമല്ലല്ലോ. എപ്പോഴും ഗ്രാഫ് കാണുന്ന കയറി ചെയ്തോണ്ടിരിക്കും. അല്ല, അത് പറയുമ്പോ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. പിന്നെ ജിജോ, ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീഡിയോസ് പിന്നെ ചില വീഡിയോസ് ഡൗൺ ആവുമല്ലോ, തീരെ വ്യൂസ് ഇല്ലാണ്ട്. അങ്ങനെ വീഡിയോസ് വരുമ്പോ എങ്ങനെയാണ് ഫീൽ ചെയ്യുക? അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാൻ കാരണം, ഇപ്പം വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇവരുടെയൊക്കെ വിചാരം നമുക്കങ്ങനെ ടെൻഷനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആണ്. അപ്പൊ ഒരു വീഡിയോ ഡൗൺ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ അതിനെ റിക്കവർ ചെയ്യുന്നത്? എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ആ ഒരു സങ്കടം ഉണ്ടാവും. കാരണം നമ്മുടെ ചാനലിലെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത് നമ്മൾ ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. സംഭവം അതാണ്. അതായത് നമ്മുടെ ചാനലിൽ വ്യൂ കുറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ചാനലിൽ എന്താണോ ആ ഒരു പ്രോബ്ലം. നമ്മുടെ ചാനലിൽ ഇപ്പം വ്യൂ കുറഞ്ഞാൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടാവും. അതായത് ഒന്നെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റ് ആയിരിക്കണം, വാച്ച് ടൈം കുറവായിരിക്കും. നമുക്ക് ആ ഒരു വീഡിയോ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വാച്ച് ടൈം തീരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ക്ലിക്ക് റേറ്റ് തമ്പനയിൽ മോശമായിരിക്കും, അല്ലെങ്കിൽ ക്യാപ്ഷൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവാൻ പെട്ടെന്ന്. അപ്പൊ അത് ഞാൻ ആ ചാനൽ നോക്കും, ആ വീഡിയോ നോക്കും. അപ്പം സത്യം പറഞ്ഞാല് നമ്മുടെ ഒരു ടെക് പരമായിട്ടുള്ള ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ വരാനുള്ള കാര്യം ഞാൻ ബ്രോയും വേണേൽ പരീക്ഷിച്ചോ, സത്യമാണ് പറയുന്നത്. കാരണം സബ്സ്ക്രൈബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുതിച്ചു കയറും വ്യൂ. നമ്മൾ വെറുതെ ഇട്ടാൽ മതി. ഞാൻ പറയുന്നത് ഇതിപ്പോ നമ്മൾ ആരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ നമ്മള് ആ വീഡിയോയിൽ ഇല്ലാത്ത തമ്മിൽ ഇടാൻ പാടില്ല. ബ്രോയ്ക്ക് ഇപ്പം പുതിയ നിയമങ്ങളൊക്കെ വന്നാൽ അറിയാലോ യൂട്യൂബിനകത്ത്. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ തമ്മിൽ എടുത്തുണ്ടാക്കിയാൽ ആ വീഡിയോനകത്തൊന്നും ചാനലിനകത്തൊന്നും വേണമെന്നില്ല. ആ വീഡിയോ ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ ചിലപ്പോൾ 2000-3000 വ്യൂ വരും. അതേസമയം നല്ല കണ്ടന്റ് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു നല്ല കഷ്ടപ്പെട്ട് ഒരുപാട് വലിച്ചു വാരി തമ്മിലൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ആരും കാണുന്നില്ല. അല്ല, അതെനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. കാരണം പിന്നെ എന്റെ വീഡിയോസ് ഉണ്ട്, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാത്ത എന്താ വെച്ചാല്, പിന്നെ ഞാൻ ആക്ച്വലി ഈ ഒരു ചാനൽ തുടങ്ങിയത് യൂട്യൂബിനെ കുറിച്ചുള്ള എപ്പോഴും നമുക്ക് സബ് കൂട്ടാനും വാച്ച് അവർ കൂട്ടാനും വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അറിയട്ടെ. 300-400 വ്യൂസേ വരില്ല, അങ്ങനെയും കൂടി അറിയട്ടെ. ഇനി സബ് കൂട്ടേണ്ടതാണെങ്കിൽ എപ്പോഴെപ്പോഴും നമുക്ക് സബ് കൂട്ടുന്ന വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അങ്ങനെ ചെയ്താൽ ശരി. ആക്ച്വലി നമ്മളെ പോലെയുള്ള യൂട്യൂബ് എന്താണോ നമ്മുടെ കണ്ടന്റ് എന്താണോ അത് ആൾക്കാരിലോട്ട് അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യുന്ന എന്താണോ അതാ ഞാൻ എന്റെ ചാനൽ ഉപയോഗിക്കല്. നമ്മുടെ കണ്ടന്റ് റെഡി, സംഭവം ശരി. ആ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട്
എന്താണോ നമുക്ക് കൂടുതൽ ആൾക്കാരുടെ മനസ്സിലോട്ട്, നമുക്ക് ചില കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് ശരിക്കും ആൾക്കാരോട് എത്തിക്കാൻ, തമ്പനയിൽ ഉണ്ടാക്കാൻ ആവൂല ചില സമയത്ത്, ഒരു പരിധി വിട്ടിട്ട്. അന്നേരം ആ ചാനൽ വീഡിയോക്ക് വ്യൂ കുറയും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ചെയ്യലുണ്ട്, കാരണം നമുക്ക് ചെയ്യരുതില്ല എന്ന് പറയത്തില്ല. ഞാനിപ്പം ഞാൻ എന്റെ വീഡിയോ മാത്രമല്ല കാണല്, ഞാൻ എന്റെ ചാനൽ മാത്രമേ നോക്കല്. ഞാൻ ടെക് പരമായിട്ട് എല്ലാവരുടെ ചാനൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ബ്രോന്റെ ചാനൽ കാണലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് മനസ്സിലാവും, നമുക്ക് മുന്നോട്ട് പോകാനാവുള്ളൂ. അതേപോലെ തന്നെ എല്ലാവരോടും കാണാം, നിങ്ങളുടെ കാറ്റഗറി ഏതാണോ, അതായത് നമ്മുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിയിലുള്ള എല്ലാ ചാനലും നമ്മൾ വാച്ച് ചെയ്യണം. എന്നാൽ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും കാര്യങ്ങൾ എങ്ങനെ പോകണമെന്ന്. അതായത് ഞാൻ ബ്രോന്റെ ചാനൽ കാണലുണ്ട്, യൂട്യൂബ് കോർണർ മലയാളത്തിന്റെ കാണലുണ്ട്, ABSന്റെ കാണലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷിജോപ്പി അബ്രാഹത്തിന്റെ ഷിജോച്ചാന്റെ ചാനൽ എപ്പോഴും ഞാൻ കാണലുണ്ട്. അതുമാത്രമല്ല, ഇപ്പം പുതിയതായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ആരെയും വിട്ടില്ല. എന്റെ കണ്ണിൽ ഒരു ടെക് വീഡിയോ വന്നു കഴിഞ്ഞാൽ എല്ലാം ഞാൻ ആക്ച്വലി എല്ലാവരുടെ വീഡിയോസ് കാണലുണ്ട്. ഞാൻ ആക്ച്വലി എല്ലാവരുടെ വീഡിയോസും കണ്ട്, പിന്നെ അവരുടെ വീഡിയോസ് എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, അപ്പോ നമുക്ക് എന്നേക്കാളും ബെറ്റർ ആയിട്ട് അവരെങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ നോക്കി പഠിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മള് പലരും ട്രെൻഡിങ് ആയി നിൽക്കുന്ന വീഡിയോ നമുക്ക് ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന വീഡിയോ എന്താണോ അത് നമ്മുടെ കണ്ണിൽ ഉടക്കും. അതാണ് സംഭവം. അപ്പൊ നമ്മൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല, കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ടാവും നമുക്കുള്ള വീഡിയോ, നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ട വീഡിയോ. അത് ആൾക്കാർ കൂടുതൽ ഡൗട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ കമന്റിൽ കൂടെ നമുക്ക് റീപ്ലൈ കൊടുക്കാനാവില്ല. ബ്രോയ്ക്ക് അറിയാം, ഞാനൊരു വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ആ വീഡിയോക്ക് ഒരു 1000 കമന്റ് 1500 കമന്റ് ഒക്കെ വരും. കൂടുതലും സ്പാം ആയിരിക്കും, മറ്റേ ഒരുമിച്ച് മുന്നേറാനുള്ള സംഭവമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എന്നാൽ അതിന്റെ അകത്ത് തന്നെ ഉണ്ടാകും കുറെ കാര്യങ്ങൾ. ഈ ഒരുമിച്ച് മുന്നേറാന്ന് പിന്നെ പറയണ്ട, ഞാൻ മടുത്തു പറഞ്ഞിട്ട്. ഞാൻ മടുത്തു. ഞാൻ 2 വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഒരു കാര്യമില്ല. ആ ഒരുമിച്ച് മുന്നേറാന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഇട്ട വീഡിയോന്റെ അടിയിൽ തന്നെ 1000 കമന്റ് ഒരുമിച്ച് മുന്നേറാം. അത് ഞാൻ കണ്ടു. ഞാൻ ആ ജിജോന്റെ ഒരു വീഡിയോ കണ്ടു, ഒരുമിച്ച് മുന്നേറാൻ പാടില്ല, പറയാൻ പാടില്ല തൊട്ട് അതിന്റെ താഴെ. പക്ഷെ ആക്ച്വലി എന്താ അറിയോ, ഇതിപ്പോ ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു ആ സബ് കൂട്ടാനുള്ള ഒരു ടെൻഷൻ കൊണ്ടും ആ ഒരു എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടുത്തെടുക്കണം എന്നുള്ളത് കൊണ്ട് എഴുതുന്നതാണ്. എന്നാലും അതിന്റെ ഒക്കെ കൃത്യമായ കാര്യം അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അവർ നിങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആയ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4000 സബ്, അല്ലെങ്കിൽ 15,000 സബുള്ള ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾ എന്തും പറയും, നമ്മളെ അങ്ങനെയല്ലല്ലോ, നമുക്ക് 100 ഉള്ളൂ 50 ഉള്ളൂ എന്നൊക്കെ പറയും. നമ്മൾ ചെയ്യേണ്ട കാര്യം ബ്രോ, നമ്മള് സബിനെ കുറിച്ചോ നമ്മളെ വ്യൂസിനെ കുറിച്ചോ നമ്മളിപ്പോ, ഞാൻ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, എനിക്ക് ഗ്രൂപ്പിലുള്ളവരോട് ഇങ്ങനെ സംശയം ചോദിക്കാൻ ഞാൻ പറയും, സങ്കടം പറയുമ്പോഴേ, വ്യൂവിന്റെ സങ്കടം പറയാൻ ഞാൻ പറയും, നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, നമ്മൾ എല്ലാ ദിവസവും എണീറ്റ് പല്ല് തേക്കുന്നുണ്ട്, നമ്മൾ പോകേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ യൂട്യൂബും കണ്ടാൽ മതി. നമുക്കൊരു പ്രതീക്ഷ വേണം, നമ്മൾ എന്നേലും എവിടെയെങ്കിലും എത്തും എന്നുള്ള പ്രതീക്ഷ വേണം. അപ്പൊ നമ്മൾ നല്ല കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ദിവസവും ചെയ്തേക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ കണ്ടന്റ് നല്ലതായിരിക്കണം, വെറുതെ കണ്ടന്റ് ഇടരുത്, എന്നാലും ഇടുന്ന കണ്ടന്റ് നല്ലതായിരിക്കണം. പക്ഷെ നമ്മൾ മടുപ്പ് വിചാരിക്കരുത്. വ്യൂ കുറയുന്ന സമയത്തും വ്യൂ ഉള്ള സമയത്തും നമ്മൾ ഒരേ മനസ്സോടെ തന്നെ വീഡിയോ ചെയ്യണം. മനസ്സിലായില്ലേ? വ്യൂ ഇല്ലാത്ത സമയത്തും മടുപ്പോടെ വീഡിയോ ചെയ്ത് കിട്ടുന്ന ഒരിക്കലും എവിടെ കയറൂല. ഇപ്പൊ എല്ലാവരും പറ്റില്ല, വ്യൂ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കുത്തിയിരിക്കും, വീഡിയോ ചെയ്യാൻ മടിയായിരിക്കും. പക്ഷെ വ്യൂ ഇല്ലാത്ത സമയത്തും ഉള്ള സമയത്തും ഒരേ രീതിയിൽ തന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരു സക്സസ്ഫുൾ ആവും. അതെല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴേ അത് മറ്റുള്ളവരും കൂടെ വിചാരിക്കണം, അവർക്കും കൂടെ തോന്നാം ഇത് നല്ലതാണ്. നമ്മള് മാത്രം നമ്മളിപ്പോ അത് പറയട്ടെ, ഇപ്പൊ നമ്മള് പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരം നമ്മളെ ഐഡിയ എല്ലാവരും ഏറ്റെടുക്കുന്നതായിരിക്കും. പക്ഷെ ആർക്കും ആവശ്യം ഉണ്ടാവില്ല, നമ്മള് മാത്രമേ ആവശ്യക്കാരായിട്ടുണ്ടാവുള്ളൂ. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടേ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് ചിന്തിച്ച് നോക്കണം. ഞാൻ അങ്ങനെയാണ്, ഞാനൊരു വീഡിയോ ഞാനൊന്ന് കണ്ടു നോക്കും, അത് അപ്ലോഡ് ആക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ഞാൻ അതായത് വേറെ അപ്ലോഡ് ആക്കിയാൽ ഞാൻ ഇത് കാണുമോ, അതൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലും വേണം, അല്ലേ? അതായത് ബ്രോ അപ്ലോഡ് ആക്കിയ വീഡിയോ ബ്രോ തന്നെ ഒന്ന് കണ്ടു നോക്കുക, അന്നേരം പറയും ഇത് വേറൊരാൾ അപ്ലോഡ് ആക്കിയതാണെങ്കിൽ ഞാനിത് കുത്തിരുന്ന് കാണുമെന്നൊരു ബോധം വേണം. അപ്പൊ ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിൽ നല്ല കണ്ടന്റുള്ള വീഡിയോ വരും ചാനലിനകത്ത്. അതാണ് ഞാൻ ഈ സാഫ്റ്റോക്ക് തുടങ്ങുന്ന സമയത്ത് പിന്നെ മനസ്സിൽ വിചാരിച്ച എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം കുറെ ടെക് വീഡിയോസ് ചെയ്യുന്നു. പിന്നെ ടെക് മാത്രമല്ല, ഞാൻ ആക്ച്വലി യൂട്യൂബിന്റെ ടിപ്സ് മാത്രമല്ല ഉദ്ദേശിച്ചത്, പിന്നെ കുറെ മോട്ടിവേഷൻസും. എനിക്ക് സാഫ്റ്റോക്ക് എന്ന പേര് കൊടുത്തത് എനിക്ക് മോട്ടിവേഷൻ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ, മോട്ടിവേഷൻ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് കൊണ്ട് പറയാൻ പറ്റൂല. അതുപോലെ മടക്കി വെച്ചു, പരിപാടി നിർത്തി. പിന്നെ ഒരു കൊല്ലത്തേക്ക് ഞാൻ അങ്ങനത്തെ ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെയും ഞാൻ ട്രൈ ചെയ്തു, ഞാൻ തോറ്റു. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന പരിപാടിയായിട്ട് ഈ മോട്ടിവേഷൻ വന്നു. പിന്നെ ഈ കാലം കണ്ടിട്ട് ഈ റീസെന്റ് ആയിട്ടാണ് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തായാലും പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയത്. അപ്പൊ ഞാൻ അന്നേരം വിചാരിച്ച കാര്യം, യൂട്യൂബ് വിത്ത് സ്റ്റോറീസ് ഇതൊക്കെ കൂടി
കോമ്പിനേഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എന്റെ വൈഫ് പറയും, എന്റെ വൈഫ് എന്റെ ചാനൽ കാണുന്നത് വളരെ കുറവാണ്. അപ്പൊ അവൾ പറയും, സ്റ്റോറി പറഞ്ഞാൽ ഞാൻ കാണും, ഇല്ലെങ്കിൽ ഞാൻ കാണും. അവള് ഞാൻ എവിടുന്ന് ഡെയിലി സ്റ്റോറിക്ക് പോകേണ്ടത് പറയും, എവിടുന്ന് എനിക്കറിയേണ്ട ആവശ്യം, സ്റ്റോറി പറഞ്ഞാൽ ഞാൻ കാണും, ഇല്ലെങ്കിൽ കാണില്ല. അപ്പോ ആ രൂപത്തിലാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞാല് നമ്മളിങ്ങനെ ടെക് വീഡിയോ ഒക്കെ ചെയ്ത് പോയിട്ട് പിന്നീട് ജിജോനെ പോലെയുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ ജിജോനെ പറഞ്ഞത് കുറെ വർഷം, ജിജോ നമുക്കൊരു ഇന്റർവ്യൂ സെറ്റ് ചെയ്യണം, ഞാൻ പറയാം, ഞാൻ എന്നിട്ട് നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ്, കാരണം ഞാൻ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പോഡ്കാസ്റ്റ് പോലെ ഒരു വീഡിയോ സെറ്റ്. പക്ഷെ അതിനുള്ള വഴി എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഗൂഗിൾ മീറ്റ് ട്രൈ ചെയ്തു, ബാക്കിയുള്ള കുറെ സാധനങ്ങൾ ട്രൈ ചെയ്തു, എല്ലാം ഫെയിലായി. പിന്നെ നമ്മൾ ഇതിന് പിന്നാലെ തന്നെ നടന്ന് നമ്മൾ ആഗ്രഹം പോലെ വരുന്നല്ലേ. അപ്പൊ ആഗ്രഹം പോലെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു സാധനം മുന്നിൽ വന്നു. അങ്ങനെ 2-3 ടെസ്റ്റ് അടിച്ചപ്പോൾ സംഭവം സെറ്റാണ്. അപ്പം തുടങ്ങി. ഇനി എനിക്ക് എല്ലാവരും ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞാൻ മീൻസ് ജിജോനെ ചെയ്ത പോലെ തന്നെ ഷെയ്മർ ഖാനെയും ബാക്കിയുള്ളവരെയും ഷസാമിനെയും വരെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം, അതിൽ ഒത്തുമില്ലെന്നൊക്കെ ആദ്യം ആഗ്രഹിക്കാം, പിന്നീട് പരിശ്രമിക്കാം. അല്ല, നമ്മളാരും ഞാൻ അങ്ങനെ പറയണം. പണ്ട് തൊട്ടേ എന്റെ മറ്റേ ജിജോ സ്ലോ ചാനൽ തുടങ്ങിയ സമയത്ത് എല്ലാരും പറയാറുണ്ടായിരുന്നു, ജിജോ എത്ര വലുതായാലും എത്ര ഒക്കെ ആയാലും താഴെയുള്ള ആൾക്കാരെ മറക്കാൻ പാടില്ല എന്നുള്ള സംഭവമാണ്. അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എവിടെ ആയിട്ടില്ല, നമ്മളെക്കാളൊക്കെ ഒരുപാട് നമ്മൾ എത്ര വലുതായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആരും അല്ല, അല്ലേ? ഈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ സാധനം ഒരു നിമിഷം കൊണ്ട് വടിയാകുന്ന സാധനമാണ്, അല്ലേ? ആലോചന മനസ്സിലാവും. നമ്മളൊന്നും ആരുമല്ല, നമ്മളെയൊന്നും സത്യം പറഞ്ഞാല്. അപ്പം നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ അടുത്ത് വരുന്ന ഓരോ ആൾക്കാരെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഞാനിപ്പം വേറെ ഒരു യൂട്യൂബേഴ്സിനെ കുറ്റം പറയുന്നില്ല, ബ്രോന്റെ കാര്യമല്ല പറയുന്നത്. വേറെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ടെക്കുപരമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെയാണെങ്കിലും ജസ്റ്റ് പെയ്ഡ് ചെയ്തതിന് ശേഷം മാത്രമേ സംസാരിക്കുള്ളൂ. അത് വല്ലാതെ വാട്സാപ്പ് മെസ്സേജ്, ഞാൻ എന്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും, എന്റെ ഫുൾ ടൈം. തീർച്ചയായിട്ടും നമ്മൾക്ക് സസ്റ്റെയിൻ ചെയ്യണം. നമുക്കിപ്പം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പൈസ വേണം. പക്ഷെ ആ പൈസ എന്ന് പറയുന്നത് അതിനു വേണ്ടി മാത്രം നമ്മൾ അതിനുവേണ്ടി മാത്രം ഇപ്പൊ ഞാൻ കുറെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ കമ്പനിയിലെ കോഴ്സുകൾ, എന്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാല് കോഴ്സുകളാണ്. ഞാൻ സർവീസുകൾ ചെയ്ത് വളരെ കുറവാണ്. ചാനൽ ചെക്കിങ് എപ്പോഴെങ്കിലും ചെയ്തെങ്കിലായി. ഇപ്പോൾ കൂടുതൽ കോഴ്സുകളാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ കമ്പനിയിലെ ഇപ്പൊ എഡിറ്റിംഗ് കോഴ്സ് ആയാലും ഇനി യൂട്യൂബിന്റെ കുറച്ച് കോഴ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ചില സർവീസുകൾ ഇപ്പം ചാനൽ ചെക്കിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് എങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് ഈ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത് ഇപ്പൊ ചിലപ്പോൾ എന്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ എനിക്ക് തോന്നുന്നതാവാം, അവർക്ക് തോന്നാത്ത കാര്യം എനിക്ക് തോന്നും. അപ്പൊ ഞാൻ അവരോട് ഷെയർ ചെയ്യും. അപ്പൊ അവരോട് അയ്യോ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അവരത് ചെയ്യുമ്പോൾ അവർ സക്സസ് ആവുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങളൊക്കെ സക്സസ് ആയിക്കോളൂ, പക്ഷെ ഞാൻ എന്നോട് പറയുമ്പോ നിനക്ക് 4000 സബ്ബല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനുഷ്യന്മാരെ നിങ്ങൾ സക്സസ് ആവും. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. നിങ്ങളൊക്കെ സക്സസ് ആയിട്ട് പോകുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. എന്റെ സബ് എന്ന് വെച്ചാല്, അല്ല ജിജോനെ അറിയാലോ, യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന അപ്പൊ ടിപ്സ് പറയുന്ന ആളുകൾക്ക് വലിയ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല. കുറച്ച് യൂട്യൂബേഴ്സ് ആണ് കാണുക. അപ്പൊ നമ്മൾ അങ്ങനെ മെല്ലെ മെല്ലെ ഗ്രോ ചെയ്തിട്ട് കാണുകയില്ല. അല്ല അങ്ങനെ എന്താണല്ലേ, പൈസ മാത്രം ആക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസ മാത്രമായി പോരും, അത്രേ ഉള്ളൂ. അതായത് വാട്സപ്പിൽ ഒരാളെ നമ്മൾ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അതിനുശേഷം ഞാനാണ് തന്നെ പെയ്ഡ് വർക്കും ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പം സാബറിനേക്കാളും കൂടുതലായിട്ട് പെയ്ഡ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ടാവും. മോണിറ്റൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, വാച്ചാറിന് വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ പെയ്ഡ് വർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റീപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഒരു ദിവസം തന്നെ 10, 100, 150 പേര് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കും, ഡൗട്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കും. അപ്പം പറ്റുന്ന ആളോട് പറയും, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അറിയാലോ, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോട് ജോയിൻ ചെയ്തോന്ന് പറയും. അല്ലാത്ത ആൾക്കാർ, അവർക്ക് പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയും കുഴപ്പമില്ല, നിങ്ങൾ എന്താ പറയാ ഡൗട്ട് ചോദിച്ചു, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്തു തരാം. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഓർമ്മയുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, പേര് എനിക്ക് റെഡിക്ക് ഓർമ്മയില്ല. അപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, ഈ മോണിറ്റൈസേഷൻ വർക്ക് ചെയ്യുന്നല്ലേ, അവര് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യണമല്ലോ. അതാണ് എനിക്കൊരു സങ്കടമുള്ള കാര്യം. അതായത് കോണ്ടാക്ട് ചെയ്യണതിൽ പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവർക്ക് സ്റ്റാഫ് ഉണ്ടാവും, ഒരുപാട് എല്ലാ യൂട്യൂബേഴ്സും ഉണ്ടാവും, കുറെ പേർക്ക് സ്റ്റാഫ് ഉണ്ടാവും, നമ്മൾ നേരിട്ടായിരിക്കുമല്ല. അപ്പോൾ കോണ്ടാക്ട് ചെയ്യണതിൽ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു അല്ലാത്ത, അപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്തു, എന്നോട് പറഞ്ഞു ഇപ്പൊ എൻ്റെ അടുത്ത് പൈസ ഇല്ല. എന്നോട് പറഞ്ഞു, ഞാനും പെയ്ഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ എന്നോട് അന്നേരം സത്യം പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അതായത് പുള്ളിക്കാരി നാട്ടുകാർ പൈസ എടുത്ത് ചികിത്സിക്കുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞില്ല, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല.
അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് എല്ലാവരോടും പറയുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പം പൈസ ഇല്ല, എന്നൊന്ന് ചാനൽ ചെക്ക് ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്ത് മെയിൽ ഐ ഡി മേടിച്ചു, പാസ്വേഡ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇവരുടെ മോണിറ്റൈസേഷൻ കട്ടായതാ. ഐ ഡി വെരിഫിക്കേഷൻ പെൻഡിങ് ആയിട്ട്, ഐ ഡി വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ ഒക്കെ പെൻഡിങ് ആയിട്ട് ഡോളർ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് മോണിറ്റൈസേഷൻ കട്ടായി പോയത്. ഞാൻ നോക്കുമ്പോൾ പിന്നെ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും അത് കൂടുതൽ പ്രശ്നത്തിലോട്ട് പോവുള്ളൂ. ഞാൻ അന്നേരം തന്നെ അവരുടെ ഡോക്യുമെന്റ് മേടിച്ചതിന് ശേഷം അന്നേരം തന്നെ അത് ചെയ്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത്രയാണ് എൻ്റെ വർക്കിന്റെ പേയ്മെന്റ് ഇത്രയാണ്, നമ്മൾ അറിയുന്നില്ല സംഭവം, ഇത്ര രൂപയാണ് ഞാൻ പേയ്മെന്റ് മേടിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇങ്ങനെയുള്ള വ്യക്തിയാണ്, ഞാൻ അറിഞ്ഞില്ല, അന്നേരം ഞാൻ അറിയുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് നാട്ടുകാരെല്ലാം പിരിവെടുത്തിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ ഇട്ടോളാം. ഞാൻ പറഞ്ഞു ഞാനത് അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചതിന് സോറി, കാരണം നമ്മളത് അറിയുന്നില്ലല്ലോ, നമ്മളതിനെ കുറിച്ച് കാര്യങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, എന്താ ഇതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ ഓക്കെയാണ്, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എനിക്ക് പറഞ്ഞു ആദ്യത്തെ പൈസ കൈ കിട്ടിയിട്ട് എനിക്ക് അതിൻ്റെ 1000 രൂപ കിട്ടും. സത്യം പറഞ്ഞാൽ ഞാനത് മേടിക്കാൻ പുള്ളിക്കാരന് സന്തോഷമാണ് അത്. ഇന്നലെ 2-3 ആൾക്കാർ മെസ്സേജ് അയച്ചു, സബ് കൂട്ടിത്തരോ ചോദിച്ചു. ഞാൻ എവിടുന്ന് കൂട്ടിക്കൊടുക്കുക, ഞാൻ എന്താ യൂട്യൂബിന്റെ CEO മറ്റോ സബ് കൂട്ടാൻ വേണ്ടിട്ട്. അല്ല, അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കും. ബ്രോ പറഞ്ഞത് ശരിയാണ്. കാരണം വെറുതെ സബ് കൂട്ടിത്തരുവോ, എനിക്കിന്ന് വ്യൂസ് കൂട്ടിത്തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലോ. നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. അല്ല, നമുക്ക് അതിന് കിട്ടുന്ന മറുപടി, നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഭയങ്കര പൊളൈറ്റ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു, അത് അങ്ങനെയല്ല ഇതിങ്ങനെയല്ല എന്ന് പറയാൻ പറ്റക്കൊള്ളുന്നില്ല. നമ്മൾ തിരക്കിൽ ചിലപ്പോൾ അത് തന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു പോയാ പിന്നെ നമ്മൾ ശത്രുക്കളെ. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. എനിക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ്. കാരണം ആക്ച്വലി ഞാൻ മനസ്സിലൊന്നും വിചാരിച്ചൊന്നുണ്ടാവില്ല, പക്ഷെ പറയുന്ന ടോണ് ചിലപ്പോൾ 2x ഇട്ട് കേട്ട് എന്റെ വോയിസ് ഒക്കെ 2x ഇട്ട് ഭയങ്കര ചീത്ത പറയുന്നവരൊക്കെ തോന്നും. 2025 അങ്ങോട്ടേക്ക് യൂട്യൂബിന്റെ ഒരു ഫ്യൂച്ചർ ജിജോന്റെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് യൂട്യൂബ് പോകുന്നത്? നമ്മൾ പഴയ പോലെ തന്നെ ആയിരിക്കുമല്ല, പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന് യൂട്യൂബിൽ, അതായത് ഇപ്പൊ എല്ലാവരും ഒരുപോലെ സക്സസ് ആവാൻ സാധ്യത ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2025 എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മള് പണ്ടത്തെ ബ്രോ തന്നെ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ യൂട്യൂബ്. പണ്ട് നമ്മൾ റീയൂസർ കണ്ടെന്ന് പറഞ്ഞ സാധനം എന്താന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ വരലല്ലേ, എന്ത് വീഡിയോ ഇട്ടാലും ചാനൽ മോണിറ്റൈസേഷൻ ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെയല്ല. ഇപ്പം 2024 തന്നെ നമുക്കറിയാം, ഒരുപാട് സ്ട്രിക്റ്റ് ആയി യൂട്യൂബ് ഒരുപാട് കാര്യത്തില്. നമുക്ക് മോണിറ്റൈസേഷൻ ആകാത്ത ചില കാര്യങ്ങൾ, റീയൂസർ കണ്ടന്റ്, റിപ്പറ്റേറ്റീവ് കണ്ടന്റ്, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഉണ്ട് പുതിയതായിട്ട് വന്നേക്കുന്ന മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ സംഭവമുണ്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. ഇങ്ങനെയൊക്കെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ വരുവാണ്. അപ്പം പിന്നെ ഇതൊക്കെ മോണിറ്റൈസേഷനോട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാണ്. അപ്പൊ നമുക്ക് മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. ഒന്നാമത്തത് എല്ലാവരും വരുന്നത് ഇതിനാണ്. പിന്നെ 2025 ആയ സമയത്ത് വീഡിയോ റീച്ച് ആക്കാൻ വേണ്ടി നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് എടുത്ത് ചെയ്യാന്നുള്ളതാണ്. അത് എപ്പോഴായാലും എനിക്കൊന്ന് ഇപ്പം പുതിയ ഈ ഒരു 2025 ആയ പിന്നെ നമുക്ക് കിട്ടുന്ന എനിക്ക് ഏറ്റവും വലിയൊരു ഒരുപാട് പേരുടെ ചാനൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവർ ചെയ്യുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് റീച്ച് വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് 2025 ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇപ്പം നിൽക്കുന്ന കണ്ടന്റ് എന്താണ്, അത് ഓരോ കാറ്റഗറിക്ക് ഓരോ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ടെക്കുകാർക്ക് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സബ് കൂട്ട വാച്ചർ കൂട്ട അതാ കൂടുതലേ. എന്നാലും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മുടെ ട്രെൻഡിങ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോന്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അത് ആ സ്പോട്ടിൽ വീഡിയോ ചെയ്താൽ നമ്മുടെ ട്രെൻഡിങ് കണ്ടന്റ് ആണ്. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും, ആ നോട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടി, ആരാണോ ആദ്യം ആ വീഡിയോ ചെയ്യുന്നത് അവർക്ക് നല്ല റീച്ച് ഉണ്ടാവും. ആൾക്കാർ അറിയാത്തൊരു സംഭവം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചെയ്യും. അതാണ് നമ്മുടെ ട്രെൻഡ്. അതേപോലെ ഓരോ കാറ്റഗറിക്ക് ഉണ്ടാവും ഓരോ ട്രെൻഡിങ്. അപ്പം ട്രെൻഡിങ് ആയുള്ള കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം 2025 നല്ല റീച്ച് ഉണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരും, ഈ സെറ്റിങ്സ് മാറ്റിയാൽ റീച്ച് ആവുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും സെറ്റിങ്സ് മാറ്റി റീച്ച് ആവും? ആക്ച്വലി നമ്മൾ അങ്ങനെ മാറ്റേണ്ട പ്രധാനപ്പെട്ട സെറ്റിങ്സ് ജിജോന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളതാണ്? സെറ്റിങ്സ് മാറ്റിയാൽ റീച്ച് ആവണമെന്നില്ല. നമ്മളിപ്പം നമ്മുടെ ചാനലിനകത്ത് ശരിയായ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ ടെക്ക് കാണുന്ന ആൾക്കാരിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ, ടെക്ക് സെർച്ച് ചെയ്യുന്ന ആൾക്കാരിലോട്ട്, അത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിലോട്ട് യൂട്യൂബ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു വെക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായ ആൾക്കാരിലോട്ട് അതായത് ഒന്നാമത്തെ കാര്യമാണ് കൺട്രി സെലക്ട് ചെയ്യാന്നുള്ളത്.
കൺട്രി സെലക്ട് ചെയ്യുക, രാജ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ വേറെ എങ്ങോട്ടൊക്കെ പോകും, നമുക്കത് ആവശ്യമുള്ള ആൾക്കാരോട്ട് എത്തൂല. പിന്നെ റെഡിക്കോടെ ക്രോം ബ്രൗസർ കയറിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ബേസിക് സെറ്റിംഗ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതാണ് സെറ്റിംഗ്സ്. കൺട്രി സെലക്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഇത് കാറ്റഗറി സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതെ അതെ. അല്ല, അത് അറിയാത്തവരുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ. ചിലപ്പം പുതുതായിട്ട് വരുന്ന ആൾക്കാർ അറിയാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത് അറിയാം, നമ്മളിത് അതൊക്കെ ഇത്ര വലിയ മാറ്റർ ആണോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന കേട്ടാ. അപ്പോ ഞാൻ അതൊക്കെ ചെയ്തിടുമ്പോൾ ആൾ പറയും അയ്യോ ഇത് ഭയങ്കര അറിവാണ്. ഞാൻ ഇതോ ഇതോ അപ്പോ ആക്ച്വലി അതാ സംഭവിക്കുന്നത്. അവർക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോ കുറെ എന്തൊക്കെയോ നോക്കി പോകുമ്പോൾ അത് അത്ര ഇമ്പോർട്ടന്റ് ആവുന്നില്ല എന്നുള്ളതാണ്. കാരണം സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മിസ് ചെയ്ത് പോകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യമാണ്. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ചെയ്ത് പോയി, വലിയ വലിയ ആനക്കാര്യങ്ങൾ മാത്രം പറയുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ വീഡിയോ നമ്മൾ ആ സെറ്റിംഗ്സ് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു വ്യൂവില് വ്യത്യാസം വരും. അത് മാത്രമല്ല കുറച്ച് നമുക്ക് പെട്ടെന്നുള്ള വ്യൂ ചില ആൾക്കാർ നമ്മൾ കറക്റ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ചില ആൾക്കാർ കാണാം നമ്മൾ ഒന്നും ചെയ്യാണ്ട് ആദ്യത്തെ വീഡിയോ തന്നെ 1 lakhിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു സെറ്റിംഗ്സ് ചെയ്യാണ്ട് വെറുതെ ചാനൽ പോലും ക്രിയേറ്റ്, ജസ്റ്റ് ചാനലിന്റെ പേരേ ഉണ്ടാവുള്ളൂ, വെറുതെ പ്രൊഫൈൽ ഫോട്ടോ പോലും ഇട്ടിട്ടുണ്ടാവില്ല. പെട്ടെന്നൊരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് കയറി പോകുന്നത്. അതൊക്കെ ഒരു ഭാഗ്യമാണ് കുറെയൊക്കെ. പക്ഷെ അത് ഇപ്പൊ ഞാൻ കണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് റിപ്പീറ്റേഷൻ വരുന്നില്ല. പണ്ടൊക്കെ ഒരു വീഡിയോ 1 lakh അടിച്ചാൽ ചിലപ്പോൾ അടുത്ത വീഡിയോയും 1 lakh അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോ ഒരു വീഡിയോ 1 lakh അടിച്ചാൽ അടുത്ത വീഡിയോ 1 lakh അടിക്കണമെങ്കിൽ അതിന് യോഗ്യതയുള്ള വീഡിയോ മാത്രമേ എടുക്കുള്ളൂ. അതാ പറഞ്ഞ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ യൂട്യൂബ് ഇപ്പം പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ വെറുതെ ഇരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കയറണമെന്നില്ല. അതാണ്. എന്തായാലും ജിജോനോട് സംസാരിക്കുമ്പോൾ ഞാനിത് ഇങ്ങനൊരു ടോക്ക് വെക്കാൻ കാരണം നമ്മളൊക്കെ അങ്ങനെ ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് തമ്മിൽ അങ്ങനെ ഈഗോ ക്ലാഷും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് ആരോടും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇല്ല. ജിജോനുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെല്ലാവരും എല്ലാവരും വീഡിയോ റീച്ച് ആവും. എന്തിനാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പൊ ആ ടോണാണ് ഞാൻ പോകുന്നത്. എനിക്ക് എല്ലാവരെയും പരിചയപ്പെടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര അത്രക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ഒരു ഫീൽഡിലുള്ള ടെക് വീഡിയോ ചെയ്യുന്ന എല്ലാവരും, അത് മാത്രമല്ല ഇപ്പൊ എന്നെ പോലെ ടെക് വീഡിയോ ചെയ്യുന്ന ഇനിയിപ്പോ സബ് കുറഞ്ഞോട്ടെ കൂടിക്കോട്ടെ ഒന്നും വിഷയമല്ല, അവരെ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യണമെന്നാണ് എന്റെ ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇനിയൊരു ദിവസങ്ങളിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി ഇതുപോലെ ഒരു സെക്ഷൻ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ നമുക്ക് എവിടെ വരെ പോകുന്നത്. അപ്പൊ എന്തായാലും ജിജോ ഇത്ര സമയം സംസാരിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറെ കാര്യങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് ആളുകൾ ഇതിനെ സ്വീകരിക്കുന്നത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് കൂടി നമുക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും ജിജോ ഇത്രയും സമയം വീഡിയോയിൽ നിന്നതിന് താങ്ക്സ്. ഞാൻ ഏകദേശം പിന്നെ ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് മാക്സിമം 1 മണിക്കൂറാണ് പ്ലാൻ ചെയ്തത്. നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി.